ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം, ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ സാധാരണ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാറില്ല, ഇത് പേഴ്സണൽ അല്ല എങ്കിലും പറയാറില്ല. എങ്കിലും പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യൂട്യൂബിലുള്ളവർക്ക് തന്നെ കേൾക്കാം. ഞാൻ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞ ബൈക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ചു ദിവസമായിട്ട് ഞാൻ ആ വാഹനം കൊടുക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. കാരണം അതിന്റെ പ്രധാന കാര്യം അതിന്റെ മൈലേജ് ആണ്. അതിന്റെ പുതിയൊരു വണ്ടി എടുത്താൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ പുതിയ വണ്ടി എടുക്കണമെങ്കിൽ 8 മാസം കാത്തിരിക്കണമെന്നാണ് നമ്മുടെ ജയലക്ഷ്മി ഒക്കെ പറയുന്നത് എന്നോട്. കാരണം ടൊയോട്ടയ്ക്ക് ആ വണ്ടിക്ക് 8 മാസത്തെ ഡിമാൻഡ് ഉണ്ട്. സോ ഞാൻ ഈ ഇടയ്ക്ക് പോയി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കണ്ടു. 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. എനിക്ക് അതിന്റെ കൂടെ ക്രിസ്റ്റ കൊടുത്താൽ കുറച്ച് വില കിട്ടും. അതിന്റെ കൂടെ ഒരു 18 lakhs കൂടെ ഉണ്ടായാലേ വാങ്ങാനൊക്കത്തുള്ളൂ. CC ഇട്ട് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നി CC ഇടാതെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ ഉള്ളിൽ തോന്നുവാ ബ്രദർ ഞാൻ ആ പൈസ തരാൻ തോന്നുവാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. CC ഇട്ട് എടുക്കാനാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ CC എന്തിനാ CC ഇടാതെ എടുക്കാം. ഒരു 18 ലക്ഷം രൂപ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചാൽ അതും കൊണ്ട തരുവാണെങ്കിൽ CC ഇല്ലാതെ അങ്ങ് എടുക്കാം. ഞാൻ 18 ലക്ഷം രൂപ ചിന്തിച്ചപ്പം ഇവിടെ അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കുന്ന അത്യാവശ്യം വരുമാനമുള്ള ഒരാൾക്ക് പോലും ഒരു വർഷം ഒരു 18 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ ചുമ്മാ നിന്നിട്ട് ഒരു 18 ലക്ഷം രൂപ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത്. ദൈവം ഹൃദയത്തിൽ തോന്നിപ്പിച്ചാൽ ഒരു 18 ലക്ഷം രൂപ എന്തൊരു മര്യാദ എന്നാലോചിക്കുക. പുതിയ തലമുറ ഇത് പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ 90s 80s ആൾക്കാരെ മാത്രമേ ഇത് പോസിബിൾ ആകത്തുള്ളൂ. ഈ 2K എന്ന് പറയുന്ന ഈ ജെൻസി പിള്ളേരെയൊന്നും ഇതൊന്നും പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം അതുങ്ങളെ സംബന്ധിച്ച് അവരുടെ രീതി എന്ന് പറയുന്നത് അവരാർക്കും ഒന്നും ചുമ്മാ കൊടുക്കത്തുമില്ല. അവർക്ക് ആരുടെ ഒന്നും ചുമ്മാതെ വേണ്ട. അത് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ആണെങ്കിൽ പോലും വേണ്ട. ഒരു പരിധി വരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം അവർ തിരിച്ച് പലതും ചോദിക്കും. അപ്പസ്തോലന്മാർ പോലും ജോലി ചെയ്തൊക്കെയാണ് ജീവിച്ചത്. പൗലോസ് അപ്പസ്തോലൻ പോലും കോടീശ്വരനായ വ്യക്തിയായിരുന്നു. അവസാനം സുവിശേഷം പറഞ്ഞു വന്നപ്പോൾ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി. സുവിശേഷം എന്ന് പറയുന്നത് കൊടുത്ത് തീരുവാണ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരു 18 ലക്ഷം രൂപ കോടീശ്വരന്മാരാകാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ പറയുന്ന സുവിശേഷ വേലയും ഈ പറയുന്ന ആത്മീയതയും. കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല വഴിയായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ബൈബിൾ നോക്കിയാൽ അപ്പസ്തോലന്മാരൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇങ്ങനൊന്നും അല്ല അവർ ജീവിച്ചതും. ഇങ്ങനൊന്നും ആരുടെ മുന്നിൽ അവർ സഭകൾക്ക് വേണ്ടിയിട്ട് ചില ബുദ്ധിമുട്ടിലിരിക്കുന്ന സഭകൾക്ക് വേണ്ടിയിട്ടൊക്കെ പിരിവുകൾ നടത്തിയിട്ടുണ്ട്. അല്ല പേഴ്സണലായിട്ട് വണ്ടി മേടിക്കാനും പേഴ്സണൽ ആവശ്യത്തിനൊന്നും ആരുടെ മുന്നിൽ കൈനീട്ടിയും തെണ്ടിയും ഇങ്ങനത്തെ പരിപാടിയൊന്നും നടത്തിയിട്ടില്ല. ചോദിക്കാനുള്ള ഉളുപ്പില്ലായ്മ എന്ന് ആലോചിക്കേ. ഒരു സ്റ്റേജിൽ നിന്നിട്ട് ചുമ്മാ ഒരു 18 ലക്ഷം രൂപ ആരുടെയും ഹൃദയത്തിൽ തോന്നുകയാണെങ്കിൽ തന്നാലും CC എന്തിനാണ്? ഇതൊരു മര്യാദയെന്ന് ആലോചിച്ച് ചോദിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം പുള്ളിക്ക് ഒരു 18 ലക്ഷം രൂപ.